ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് കോട്ടയത്തുള്ള കൊടിമത വാട്ടർ പാർക്കിലാണ് വന്നിട്ടുള്ളത്. കോട്ടയം ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ആണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഇത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസത്തിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൗസ് ബോട്ടിങ്ങിലൊക്കെ ചെയ്തിട്ടുണ്ട് മീൻസ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഹൗസ് ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട്. ആൻഡ് ഞാൻ അതുപോലെ തന്നെ ഈ സ്പീഡ് ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ബോട്ടിൽ ഇതുവരെ കയറിയിട്ടില്ല. സോ നമ്മൾ ഇന്നൊരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ തന്നെ നമ്മൾ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കോട്ടയത്ത് നിന്നും ആലപ്പുഴ വരെ നമ്മൾ ഏകദേശം 2.5 മണിക്കൂർ ഈ ഒരു ഈ ഒരു ബോട്ട് തന്നെ നമ്മൾ ബോട്ടിൽ തന്നെ ഒരു ബോട്ടിങ് നടത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും ആൻഡ് അങ്കിളും ഉണ്ടായിരുന്നു. ഇറ്റ്സ് വാസ് നൈസ് ഓസം ട്രാവലിംഗ്. സത്യം പറഞ്ഞാൽ ഈ കോട്ടയത്ത് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. കോട്ടയം പകുതി കോട്ടയം കഴിഞ്ഞ് കുറച്ചായപ്പോഴത്തേനേക്കും വീടുകളൊന്നുമില്ല. മറ്റേത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നീട് അങ്ങോട്ട് പോയപ്പോൾ ചുറ്റും വെള്ളം മാത്രം, വീടൊന്നുമില്ല. പിന്നെ കുറേ വയലോരങ്ങളും പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് വൈഷുവിനെ വിളിച്ച് ഞാനിങ്ങനെ കാണിച്ചെടുത്തു. വൈഷു, ഞാൻ ബോട്ടിങ്ങിലാണ്. ഓളാണെങ്കിൽ എന്തോ ഭയങ്കര ചിരിയാട്ടോ. എന്തിനാണ് ഓളിങ്ങനെ ചിരിക്കണേന്ന് എനിക്കറിയത്തില്ല. ഓള് ഭയങ്കര ചിരിയാണ്. അങ്ങനെ ഞാൻ ആ വീഡിയോ കോളെല്ലാം ഈ ഒരു കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ചേച്ചിയെ വിളിച്ചു. അപ്പോൾ ലച്ചൂട്ടിയെ കാണിച്ചപ്പോഴത്തേക്ക് ലച്ചൂട്ടി ഭയങ്കര കുസൃതി. അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി അങ്ങ് കട്ട് ചെയ്തിട്ട് പോയി. കാരണം ലച്ചൂട്ടി മിണ്ടാണ്ടിരിക്കുന്നില്ല, ഫോൺ പിടിച്ച് വാങ്ങുകയാണ്. അതിനുശേഷം ഞാൻ വീണ്ടും ഈ കായലോര കാഴ്ച എന്നാണോ പറയുക എനിക്കറിയില്ല, കായൽ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കായലിലൂടെയുള്ളൊരു യാത്ര വളരെ മനോഹരമായിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ല ഓസം ട്രാവലിംഗ് തന്നെയായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നുവെച്ചാൽ ഞാൻ 9th പഠിക്കുമ്പോൾ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ വീണ്ടും അടുത്തൊരു ട്യൂഷൻ സെൻറ്ററിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നും ടൂർ പോയിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ ബീച്ച്, പിന്നെ എറണാകുളത്ത് മറൈൻ ഡ്രൈവൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറൈൻ ഡ്രൈവിൽ പോയപ്പോഴത്തേക്കും അവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നേ. ഈ കടലും കായലും ചേരുന്ന സ്ഥലത്താണ് പോയിട്ടുണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അന്നത്തെ കാലത്ത് എൻ്റെ ഫോണൊന്നും ഇല്ലായിരുന്നു. കാരണം 9th പഠിക്കുന്ന കുഞ്ഞു കുട്ടിക്ക് ഫോണിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതുമാത്രമല്ല പാരൻസൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ട്യൂഷനിലെ സ്റ്റുഡൻസും സാർമാരും ടീച്ചേഴ്സും മാത്രമുള്ള ഒരു ടൂറായിരുന്നു. സോ പാരൻസൊന്നും അലൗഡ് അല്ലായിരുന്നു. സോ നമ്മൾ സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്കും ബോട്ടിങ്ങിന് അവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് കുട്ടിയായിരുന്നു. അപ്പോൾ ഈ സാറന്മാരും ടീച്ചർമാരും പറയുന്നത് കേട്ട് ഒരിടത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരു കുട്ടി. പക്ഷേ ഇപ്പോൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ, അന്ന് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഇല്ലായിരുന്നു. മറ്റേ ഈ വട പോലത്തെ സാധനം, എനിക്കിതിൻ്റെ പേരറിയത്തില്ല. അറിയാമെന്നുള്ളവർ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. സത്യമായിട്ട് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ആ ലൈഫ് ജാക്കറ്റൊന്നും ഇല്ലായിരുന്നു. എന്നിരുന്നാലും നല്ല രസമുണ്ടായിരുന്നു. സ്ഥലങ്ങളൊക്കെ നോക്കി ഗായ്സ്, നല്ല ഭംഗിയായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല യാത്ര തന്നെയായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ ആലപ്പുഴയിലോട്ടാണ് റീച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഞാൻ പാർട്ട് 2 വ്ളോഗായിട്ടിടും. ഇത് നമ്മൾ വേ ടു ആലപ്പുഴയാണ് ചെയ്യുന്നത്. കോട്ടയത്ത് നിന്നും ആലപ്പുഴയിലേക്കുള്ള ഒരു യാത്ര വളരെ മനോഹരം. ഞാൻ പറഞ്ഞത് ഇതാ കണ്ടു ചുറ്റും വെള്ളം മാത്രമേ ഉള്ളൂ, വീടുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും വിചാരിച്ച് കുറച്ച് റീൽസ് എടുക്കാമെന്ന്. അപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര ഡാർക്കായിട്ടുണ്ടായിരുന്നു. ഈ സൺസെറ്റ് സമയം കൂടെ ആയിരുന്നേ. വൈകിട്ട് 4:30 സമയത്ത് നമ്മൾ പോകുന്നത്. സോ സൺസെറ്റ് സമയം ആവാറൊക്കെ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര സൺലൈറ്റൊക്കെ അടിക്കുന്നതുകൊണ്ട് ഭയങ്കര ഡാർക്കായിരുന്നു. സോ എനിക്ക് വലിയ രീതിയിലൊന്നും എനിക്ക് റീൽ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് അപ്ലോഡ് ചെയ്തില്ല. എന്തായാലും ഞാൻ യൂട്യൂബ് വീഡിയോ ഇടുന്നതല്ല, അപ്പോൾ ടൈം തയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ കുറച്ച് കോപ്രായങ്ങൾ തന്നെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ യാത്രാ വ്ലോഗുകൾ. നിങ്ങളൊക്കെ ഇതുപോലെ ബോട്ടിംഗ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എങ്ങോട്ടാണ് പോയത്, നിങ്ങളുടെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ എനിക്കെന്തായാലും ഈ ഒരു യാത്ര ഇഷ്ടപ്പെട്ടു. കുറച്ച് അഡ്വെഞ്ചർ കൂടെയാണ്, കാരണം ചുറ്റും വെള്ളം. അപ്പോൾ നമ്മൾ മാത്രമല്ല, ഒരുപാട് പേര്, സത്യം പറയാം ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. നമ്മളിവിടെയൊക്കെ ബസ്സൊക്കെ കാത്തു നിന്നിട്ടേ, ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറും പോലെ ഇവിടുത്തെ ഈ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞു കുട്ടികളും ഞാനിതിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. പേടിച്ചിട്ടാണ് കയറി, അച്ഛൻ്റെ കൈ പിടിച്ചാണ് ഞാൻ കയറിയത്. പക്ഷെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കും. ഐ തിങ്ക് അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കും, അറിയത്തില്ല. എനിവേ അവരൊക്കെ ഇങ്ങനെ നമ്മൾ ബസ്സിനകത്ത് നിന്ന് ബസ്സിൽ കയറുന്ന പോലെ ഭയങ്കര സിമ്പിളായിട്ടാണ് കയറുന്നത്, സിമ്പിളായിട്ടാണ് ഇറങ്ങി പോകുന്നത്. ഞാനൊക്കെ പേടിച്ചാണ് കയറിയതും പേടിച്ച് ഇറങ്ങിയതൊക്കെ. എന്തായാലും കൊള്ളാം, നല്ല രസമായിട്ടുണ്ട്. എനിക്ക് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരം അച്ഛൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പുറകോട്ട് അമ്മയുടെ അടുത്തോട്ട് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ പോയതില്ല, ഞാൻ പോകുന്നില്ല, എനിക്ക് ഇവിടെ ഇരുന്നാലും സൈഡ് വ്യൂ കിട്ടത്തുള്ളൂ, എനിക്ക് എന്തായാലും റീലൊക്കെ എടുക്കണം, ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെ കയറിയിരുന്നു. ഞാൻ ആലപ്പുഴ എത്തുന്നത് വരെ ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് സ്നാക്സൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. ആ സ്നാക്സൊക്കെ കഴിച്ചു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പാർട്ട് 2 ആയിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും. പിന്നെ എവിടെയെങ്കിലും അടുത്ത് യാത്ര പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം യുവേഴ്സ് ബൈ ചൂസ്.